ആഗ്രഹം. മെയ് 2-ാം തീയതി തിളച്ച ചോറായിരുന്നു. ചോറെടുത്ത് വരാൻ നേരത്ത് കാല് സ്ലിപ്പായി ചുമരിലേക്ക് ചോറിന്റെ കലവും ചോറും കൂടെ വീണ് ഓപ്പോസിറ്റ് വന്ന് തല തൊട്ട് കാല് വരേക്കും പൊള്ളി, മേല് മൊത്തം. ഈ മാസം 2-ാം തീയതിയാണ്. പെട്ടെന്നായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു 3 മാസമെങ്കിലും സമയം എടുക്കും, സെക്കൻഡ് സ്റ്റേജ് ആണ്, ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതാണ് ഫോട്ടോ. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇതുപോലെ എന്റെ തല തൊട്ട് താഴെഭാഗം ഫുള്ളായിട്ട് പൊള്ളിപ്പോയായിരുന്നു. ടോയ്ലറ്റിൽ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ്. എന്റെ തല, ഫേസ്, നെക്ക്, ബാക്ക്, ബട്ടക്സിന്റെ സൈഡ്, ഫ്രണ്ട്, ആ മുഖമാണ് ഇത്. മാതാവിനോട് ഞാൻ ഒത്തിരി കരഞ്ഞു. പൊള്ളിയ പാടെ വേദന സഹിക്കാൻ വയ്യാതെ ബാത്റൂമിൽ കയറിയപ്പോ ഞാൻ പറഞ്ഞത്, മാതാവേ, വെള്ളം കോരി ഒഴിക്കുമ്പോഴും പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, മാതാവേ, നിന്റെ മുന്നിൽ ഞാൻ എപ്പോഴും വന്ന് നിൽക്കുന്നതാണ്, എനിക്കിതിന് ഒരു ഉത്തരം തരണം. എന്റെ മുഖത്ത് ചെറിയ ചെറിയ പാട് തന്നാലും വലുതാക്കരുത്. കാരണം ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. 2-ാം ദിവസം ആയപ്പോഴത്തേക്ക് എന്റെ കണ്ണിന് ഫുള്ളായിട്ട് അടഞ്ഞുപോയി. കാഴ്ചയില്ലാത്ത എന്റെ ബുദ്ധിമുട്ട്. പൊള്ളി ആ സമയം തൊട്ട് എന്റെ അമ്മയുണ്ട്, എന്റെ കുഞ്ഞിവിടെയുണ്ട്. അമ്മ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൈലം ആ സമയത്ത് എന്റെ കയ്യിലുണ്ടായിരുന്നു. അമ്മ ഒന്നരാടായിട്ട് എന്റെ പൊള്ളിയ ഭാഗത്ത് ഇട്ട് തരും. അപ്പൊ എല്ലാരും പറഞ്ഞു, ഡോക്ടർ വന്ന് വല്ല പഴുപ്പോ കാര്യങ്ങളോ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പക്ഷെ അമ്മയും പറഞ്ഞൊരു കാര്യം, കുഴപ്പമില്ല, കുരിശ് വരച്ചാൽ മതി എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ 2-ാം ദിവസം ആയപ്പോ ഓർക്കണം, കണ്ണ് മൊത്തം അടഞ്ഞുപോയി, കൊമളയായി മൊത്തം. എനിക്ക് ഇരിക്കാൻ വയ്യ, എണീക്കാൻ വയ്യ. ഹസ്ബൻഡിനോട് കരച്ചിലും ദേഷ്യവും മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു ഒരു 3 മാസമെങ്കിലും റിക്കവർ ആവാൻ വേണ്ടി സമയം എടുക്കും, അതുകൂടെ നമുക്ക് ലേസർ ചെയ്താലേ ഈ പാടെല്ലാം മാറുള്ളൂ എന്ന്. അങ്ങനെ 3-ാം ദിവസം കഴിഞ്ഞു. 2 ആഴ്ച കിടക്കണം എന്ന് പറഞ്ഞ് ഞാൻ കറക്റ്റ് 6-ാം ദിവസമായി. 7-ാം ദിവസം മെയ് 7-ാം തീയതി എന്നെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ ചെന്ന് ഒരാളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാള് മാതാവ് മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ മാസവും മാതാവിന്റെ മുമ്പിൽ വരണത്. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ ചെന്ന് 3-ാം ദിവസമായി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി 3-ാം ദിവസമായപ്പോ എന്റെ കുഞ്ഞ് 2 ദിവസമായിട്ട് പറയുന്നു ഹസ്ബൻഡിനോട്, എന്റെ അടുത്ത് കിടക്കാൻ നമുക്ക് പേടിയാണ്. ഹസ്ബൻഡിനോട് പറയുന്നു, മാതാവ് വന്നായിരുന്നു, ഈശോ വന്നായിരുന്നു, മമ്മിയുടെ ഉവാവും എല്ലാം മാറ്റിക്കൊടുത്തു, 3 വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ പറഞ്ഞു. അന്ന് ആ ദിവസം തൊട്ട് എനിക്ക് വേദന എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത് പൊളിഞ്ഞു പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഇത്രയൊക്കെ എനിക്ക് വന്നിരുന്നോന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 1 മാസം, മറ്റന്നാൾ ജൂൺ 2-ാം തീയതിക്ക് വരണേ ഉള്ളൂ. പക്ഷെ 1 മാസം കൊണ്ട് എന്റെ മുഖം കാണണം. ഇങ്ങനെ ആവുമെന്ന് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടില്ല. 2-ാമത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഇത് എന്തൊരു മിറാക്കിളാണ്. പക്ഷെ അന്ന് തൊട്ട് അവസാനം വരേക്കും കുരിശ് വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കായിട്ടാണെങ്കിലും ഞാൻ നേർച്ച വസ്തു ഉപയോഗിച്ചിരുന്നു. മാതാവിൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു, എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ളത്. വന്നിട്ടും ഡോക്ടർ ചോദിച്ച ഒരു കാര്യമാണ്, ഇത് അത്ഭുതമാണല്ലോ, ഇങ്ങനെ ഒരിക്കലും മാറത്തില്ല, 3 മാസം കഴിഞ്ഞ് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ പോയപ്പോ പറയാണ് ലേസറിന്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ മാറുമല്ലോ എന്നുള്ളത്.